ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ LPUP എക്സാം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്? ചിലർ ട്യൂഷൻ എടുക്കാൻ പോയിക്കൊണ്ടിരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തു വരുന്നവരുണ്ടാവും. അവരൊക്കെ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പം അല്ലാത്തവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്തേ. അപ്പം ഞാൻ അതിനുശേഷം കാര്യമായിട്ടൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. LDCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എക്സാം. LPUPക്ക് പഠിച്ച പോലെയൊന്നും LDCക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇനി ഏതെങ്കിലും PSC എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് എല്ലാവരും കമൻറ്റ് ചെയ്ത് അറിയിക്കുക, ബാക്കിയുള്ളവർക്കും കൂടി അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഈ പത്രങ്ങളിലൊക്കെ അധ്യാപക ഒഴിവുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പത്രത്തിൽ വാർത്ത വരാറുണ്ട്. അല്ലാതെ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട് എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ലിസ്റ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർ, ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം എന്തായാലും ചോദിക്കും. ഇനി നമ്മൾ ആ ഇൻ്റർവ്യൂ അല്ലെങ്കിലും ഏതൊരു ഇൻ്റർവ്യൂ സ്കൂളുകളിൽ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പം നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നെഗറ്റീവാണ്. പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരാൾ ഫ്രഷർ ആയിരിക്കുമല്ലോ ആദ്യമായിട്ട് പോകുന്ന സമയത്ത്. ആ ആൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഡെയിലി വേജ് ആയിട്ട് എവിടെയൊക്കെ ഒഴിവുകളുണ്ട് നോക്കുക, അതൊക്കെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കയറി പറ്റാൻ നോക്കുക. എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പം ഞാനത് നോക്കുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഒഴിവുകൾ എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടൊരു ഡെയിലി വേജ് ഒഴിവിന് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ സ്കൂളിൽ പോകുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇടയ്ക്ക് സ്ക്രീൻ ഇങ്ങനെ ഓഫായി പോകുന്നതാണ്, അതാണ് ഇങ്ങനെ ലൈറ്റ് ഡിമ്മായി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി വേജ് ആയിട്ട് ഗവൺമെൻറ് സ്കൂളുകളിൽ ഒഴിവുകൾ കാണിക്കുന്ന സമയത്ത്, റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് അറിയുക എന്നുള്ളതാണ് ഒരു കാര്യം. ഒന്നാമത് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ ന്യൂസ് ഏതിലാണ് വരിക, പത്രങ്ങളിൽ അവർക്ക് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പത്രം എന്ത് ചെയ്യുക, ഡെയിലി നോക്കുക. ഒന്നെങ്കിൽ നമുക്ക് പത്രത്തിൽ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ 10 മണിക്ക് അങ്ങനെ ചിലർ കൊടുക്കും അല്ലേ. ഇന്ന് രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് ഇന്ന് സ്കൂളിൽ ഇൻ്റർവ്യൂ ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും ഒന്നെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ 2-3 ദിവസം മുമ്പേ ഉള്ള വാർത്തയായിട്ട് വരും, അതായത് ഡേറ്റ് അടക്കം. അപ്പം ഇന്നിപ്പം ഒക്ടോബർ 1 ഇന്ന് വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഒക്ടോബർ 4 ചില വാർത്തകൾ അങ്ങനെയും വരാറുണ്ട് കേട്ടോ. അതത് ദിവസങ്ങളിൽ രാവിലെ തന്നെ അല്ല വരാറുള്ളത്, ചിലത് ഇങ്ങനെ കാണാറുണ്ട്. ഇന്ന് രാവിലെ 10 മണിക്ക് അല്ലെങ്കിൽ ഡേറ്റ് കൊടുക്കും ഒക്ടോബർ 2 അല്ലെങ്കിൽ ഒക്ടോബർ 4 ഒക്ടോബർ 3 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പത്രങ്ങളിലല്ലാതെ നമുക്ക് പിന്നെ എങ്ങനെയാണ് അറിയാൻ കഴിയുക? വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും അല്ലേ. വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ടെലിഗ്രാമിലും ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ടെലിഗ്രാം ചാനലുകളും ഉണ്ടാവും. അത്തരത്തിലുള്ള ടെലിഗ്രാം ചാനലുകളോ എന്തെങ്കിലും ലിങ്കുകളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതിൽ ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇത് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇനി എന്തൊക്കെ വേണം? അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നമ്മൾ അറിയുന്നു എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 2 രീതിയിൽ നമുക്കറിയാം. ഇനി നമ്മുടെ കയ്യിൽ എന്തൊക്കെ നമ്മൾ കരുതണം എന്നുള്ളതാണ്. ആദ്യം നമ്മൾ അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ, നമുക്ക് എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് ആദ്യം. അപ്പോൾ ഏതൊക്കെ നമ്മളെ സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്? ഒന്ന് SSLC ഉണ്ട്, പിന്നെയോ +2 ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ BSc അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഡിഗ്രി, ഓക്കെ, അതുണ്ടാവും. PG ചെയ്തവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാവും. അപ്പം ഡിഗ്രീൻ്റെയും PGൻ്റെയും, അതാണ് കേട്ടോ ഞാൻ BSc MSc എന്ന് എഴുതിയത്, ഞാൻ എൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് എഴുതിയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഏതായിരിക്കും? B.Ed ആയിരിക്കും. അതായത് ഞാൻ B.Ed ചെയ്തവരാണെങ്കിൽ B.Ed, അല്ലെങ്കിൽ TTCക്കാരാണെങ്കിൽ TTC, ഏതാണോ അത് കേട്ടോ.
ഇനി അതാണ് നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, BEd ആണ്. അപ്പം എൻ്റെത് ഫിസിക്കൽ സയൻസ് ആണ് കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സർട്ടിഫിക്കറ്റുകൾ എടുത്തു വയ്ക്കുന്നു. ഇത് മാത്രം മതിയോ? പോരാ, പിന്നെ നമുക്ക് എന്തൊക്കെയുണ്ട്? ടെറ്റ് ഉണ്ട് അല്ലേ. ടെറ്റ് ഏതൊക്കെ കാറ്റഗറി ആണോ അത്, അതായത് കേടെറ്റ്. കാറ്റഗറി 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, ഏതൊക്കെയാണുള്ളത് അത്. ഇനി സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ ടെറ്റ്, പിന്നെ ഏതാണുള്ളത് നമുക്ക് നെറ്റ്. ഇതിലേതൊക്കെയാണോ നമ്മുടെ കയ്യിലുള്ളത് ഇതെല്ലാം നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് വേണ്ടത്? ഒറിജിനലാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എന്ത് വേണം? അപ്പം 1 നമ്മൾ പറഞ്ഞു, 2 നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എന്നാണ് കേട്ടോ പറഞ്ഞത്, ഒറിജിനലാണ്. ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് കോപ്പികളാണ് നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഏതൊക്കെയാണോ ഒറിജിനൽ ഉള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് നിർബന്ധമായിട്ടും എടുത്തു വെക്കണം. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ക്ലിപ്പ് വെച്ച് പിൻ ചെയ്തിട്ട് വൃത്തിയിൽ എടുത്തു വയ്ക്കുക. അവിടുന്ന് അവർ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തപ്പി കളിക്കാൻ പാടില്ല, നമുക്ക് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റണം. അതായത് അവർ ചോദിക്കും SLC, PG, സെറ്റ്, ടെറ്റ്, അങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും വേണം കേട്ടോ. എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. അപ്പം എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് മുമ്പെയുള്ള സ്കൂളിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 30 ദിവസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 30 ദിവസത്തെ എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബയോഡാറ്റ. ഒന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുക. നമ്മൾ റെസ്യൂം ഉണ്ടാക്കില്ലേ, ആ സാധനം നമ്മൾ CV എന്നൊക്കെ പറയുന്ന റെസ്യൂം ഉണ്ടാവില്ലേ, അത് നമ്മുടെ കയ്യിലൊന്നും ഇരിക്കുന്നത് നല്ലതാണ്. എന്നോട് ചോദിച്ചിട്ടില്ല, കാരണം അവിടെ നിന്ന് അവർ നമുക്ക് ഒരു ബയോഡാറ്റ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. അതിൽ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുക്കണം. അതിൽ നമ്മുടെ പെർസെൻറ്റേജ് ചോദിക്കും, PGൻ്റെ പെർസെൻറ്റേജ്, അതേപോലെ തന്നെ BEdൻ്റെ പെർസെൻറ്റേജ്, കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ ബയോഡേറ്റയിലായിരിക്കും നമ്മളോട് എന്തൊക്കെ ചോദിക്കുന്നുണ്ടാവുക? എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഓക്കെ, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിക്കും. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടോ അത് അവിടെ എഴുതാം. അതേപോലെ വേറൊരു കാര്യം, നമ്മൾ ഏതെങ്കിലും PSC, UPSC അങ്ങനെ എന്തെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉണ്ടോ എന്ന് അവർ ചോദിക്കും. അത് ഇൻ്റർവ്യൂ ബോർഡൊന്നും ചോദിക്കും, ഈ തരുന്ന ബയോഡാറ്റയിലും നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊരു പോയിൻ്റ് കൂടുതലായിരിക്കും. എത്രയോ ഒരു പോയിൻ്റ്, എനിക്ക് പോയിൻ്റ് കറക്റ്റ് അറിയില്ല, 25 മാർക്ക് എന്നൊക്കെ പലരും പറയുന്നു. ഓക്കെ, അങ്ങനെ ഒരു പോയിൻ്റ് കൂടുതൽ എന്തായാലും അവർക്ക് ഉണ്ടാകും, റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക്, അതേപോലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പിന്നീട് പറയാം. അപ്പോൾ ഒരു ബയോഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഒരു സ്കൂൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. ഇനി അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പം 11 മണി എന്നാണ് പറഞ്ഞത് എങ്കിൽ 11 മണീൻ്റെ മുമ്പേ അവിടെ എത്തുന്നവരുണ്ടാവും. ഇപ്പോൾ നമ്മളൊരു 10:30 എത്തുവാണെങ്കിൽ നമ്മുടെ നമ്പർ എന്തായാലും മുന്നിലായിരിക്കും, 1, 2 ഒക്കെ ആയിരിക്കും. അതായത് നമ്മൾ എത്തുന്നതിനനുസരിച്ചിട്ട് അവർ നമ്മുടെ പേര് ഇവിടെ എഴുതി വയ്ക്കും. ഫസ്റ്റ് നമ്പർ ഇട്ടിട്ട് നമ്മുടെ പേര് എഴുതും, രണ്ടാമതാണോ ആരാണോ വന്നത് അവരുടെ പേര് എഴുതും, 3 ആരാണോ, അങ്ങനെ ഓർഡറിലായിരിക്കും പേര് എഴുതി പോവുക. അവർക്കൊക്കെ ബയോഡാറ്റ ഫില്ല് ചെയ്യാനുള്ള ഫോമും നൽകും. അപ്പം ഞാൻ 11 മണിക്ക് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് എങ്കിൽ എൻ്റെ നമ്പർ ഒരു 20 എത്ര ആളാണോ വന്നിട്ടുള്ളത് ലാസ്റ്റിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മളെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുക. അതുകൊണ്ട് തന്നെ കഴിയുന്നത് നമ്മൾ നേരത്തെ തന്നെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 11 മണിയാണ് പറയുന്നതെങ്കിൽ ഒരു 10:30 എത്താം. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ കയറാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു ഓർഡറിൽ എന്താണ് നമ്മുടെ പേര് അവർ വിളിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. പിന്നെ ആ ബയോഡാറ്റയും ഫില്ല് ചെയ്തിട്ട് കയ്യിൽ വയ്ക്കുക. കയറുന്നതിനനുസരിച്ച് അവർ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങും. അതായിരിക്കും ആദ്യം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, ഓരോരുത്തരുടെ നമ്പർ അടിസ്ഥാനത്തിൽ വിളിക്കുന്നു. ശേഷം നമ്മൾ കയറുന്ന സമയത്ത് ആദ്യം നമ്മളെ എന്ത് സ്റ്റെപ്പാണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യാണ്
വെരിഫൈ ചെയ്യുക. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളൊക്കെ വാങ്ങിയിട്ട് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളോട് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചോദിക്കൂ കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ പാർട്ട് വരുന്നത് കേട്ടോ. ഇൻ്റർവ്യൂ പാർട്ട് എന്ന് പറയുമ്പം അവിടെ നമ്മൾ HMൻ്റെ റൂമിൽ നിന്നായിരിക്കും സാധാരണ ഉണ്ടാവാറ്. അവിടെ HM ഉണ്ടാവും, പിന്നെ അവിടെയുള്ള ഏതെങ്കിലും 1-2 സ്റ്റാഫുകൾ ഉണ്ടാവും. അത് ഏത് സബ്ജക്റ്റിൻ്റെ ആണോ ആ സബ്ജക്റ്റിലെ ടീച്ചേഴ്സ് ആവണം മിക്കവാറും അവിടെ ഇരിക്കുന്നത്. സ്റ്റാഫ് ഉണ്ടാവും, പിന്നെ പഞ്ചായത്തിൽ നിന്നുള്ളൊരു ആളുണ്ടാവുമെന്നാണ് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഭാഗത്ത് നിന്നുള്ള ഒരാളുണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതൊന്നും ഞാൻ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. HMഉം സ്റ്റാഫും തന്നെ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ ചില സ്ഥലത്ത് PTA ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആളുകൾ എന്തായാലും ആ ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പം HMഉം സ്റ്റാഫും മാത്രമേ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരാദ്യം നമ്മുടെ കയ്യിലുള്ള ഈ ബയോഡാറ്റ വാങ്ങും, അതൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, അതിന് ശേഷം നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അവർ എടുത്തു ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് അവർ ആദ്യം എടുത്ത് ചോദിക്കുക. എക്സ്പീരിയൻസ് ഉണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ സമയം പാഴാക്കിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടി വരും. അങ്ങനെയൊക്കെ ചോദിക്കും. പിന്നെ നമ്മളോട് ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും. അതിനുശേഷം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഓക്കെ, നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫിസിക്സ് ആണെങ്കിൽ എന്നോട് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നുണ്ടാവുക. അപ്പം പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പ്രശ്നമാക്കേണ്ട. നമ്മുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെങ്കിൽ പ്രശ്നമാക്കേണ്ട. ഇനി ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും, അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഹൈസ്കൂൾ ലെവലിൽ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് നമുക്കറിയാമല്ലോ. അതിന് ട്യൂഷനൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിരിക്കും. അവർക്ക് ആ സബ്ജക്റ്റുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. ഇതൊരു കണക്ഷനും ഇല്ലാത്ത ഒരാൾക്ക് പെട്ടെന്ന് ചെന്നിരിക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ പറയാൻ പറ്റണം കേട്ടോ. അത് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്നൊരു സമയം എടുത്തിട്ട് എന്ന രീതിയിലൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ചിലർ ചോദിക്കും, ഒരു ഭാഗം പറയും നമ്മളോട്. ഇപ്പം സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗമാണെന്ന് വിചാരിച്ചു. അപ്പം ഇപ്പം എന്തെങ്കിലും ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തനം, അല്ലെങ്കിൽ മഴവില്ലുണ്ടാവുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു ഭാഗം പറഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും, ഇത് നിങ്ങൾ എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഏത് രീതിയിലാണ് അവർക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഈ ഒരു കൺസെപ്റ്റ്. ചിലപ്പം അങ്ങനെ ചോദിക്കാം. നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക, അങ്ങനെ ചോദിക്കാം. ചിലർക്ക് ടൈം ഉണ്ട് എങ്കിൽ, അതായത് ഇപ്പം ഒരു 4-5 ആളെ വന്നിട്ടുള്ളൂ എങ്കിൽ നമുക്ക് 15 മിനിറ്റ് സമയം തന്നിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കാം. അതൊക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ. അതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് പോയ സമയത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടേ ഉള്ളൂ. അത് ഒരു ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഇനിയും ഇൻ്റർവ്യൂസ് വരും. ഡെയിലി വേജിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇൻ്റർവ്യൂ ഒഴിവുകളൊക്കെ ഒരുപാട് വരും പല സ്കൂളുകളിൽ. നമ്മളത് കറക്റ്റ് സമയത്ത് അറിയണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആരും തന്നെ ഈ LPUPൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ വെറുതെ ഇരിക്കരുത്. ഒന്നെങ്കിൽ ഒരു ട്യൂഷൻ എടുക്കാനെങ്കിലും പോവാം. നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് LPUP ഇൻ്റർവ്യൂവിന് നമ്മളോട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ സാധിക്കും. എനിക്ക് ഇന്ന 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നമുക്ക് കോൺഫിഡൻസോട് കൂടി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതൊരു പോയിൻ്റ് തന്നെയാണ്. അതൊരു പ്ലസ് പോയിൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വേജായിട്ട് നമ്മൾ സ്കൂളുകളിൽ പോകുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. ഞാൻ ഇൻ്റർവ്യൂവിന് പോയതിൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പലതും ഷെയർ ചെയ്യാനുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബാക്കിയുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.